5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഞാൻ കഴിഞ്ഞ ദിവസമല്ല ഇന്നലെയൊക്കെ ഒരു പരസ്യം കേട്ടായിരുന്നു. റേഡിയോയിലൊക്കെ ഉണ്ട്, FM-ലെ പരസ്യമുണ്ട്, അത് TV-യിലൊക്കെ വരുന്നത്. എന്തൊരു അപഹാസ്യമാണ് പരസ്യം. പിണറായി വിജയനെ കുറിച്ചാണ് പരസ്യം. എന്താണെന്ന് ഇതാരാ ഈ പരസ്യം തയ്യാറാക്കിയത്? PRD ആണോ? എന്തൊരു മോശമാണ് ആ പരസ്യം. പരസ്യത്തിൽ പറയുകയാണ്, കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് 9 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ കൊല്ലം മൈതാനിയിൽ വരൂ. പിന്നെ വേറൊരു പരസ്യം, നിങ്ങൾ ഇങ്ങനെ 9 വർഷക്കാലത്തെ പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിൽ വരൂ, നിങ്ങൾ പാലക്കാട് കോട്ട മൈതാനിയിൽ വരൂ. എന്താണിത്? ജനങ്ങൾക്ക് ഭരണം ഫീൽ ചെയ്യേണ്ടത് അവരുടെ വിരൽത്തുമ്പിലാണ്. ഇവിടെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവരുടെ ക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ അവർ സന്തുഷ്ടരാകും. അവരുടെ വീട്ടിലെ അടുപ്പിലെ തീ എരിയുമ്പോൾ അവർ സന്തുഷ്ടരാകും. അവരുടെ ഭരണം സാധകമാകും. DA കൊടുക്കാനുള്ള ആളുകൾക്ക് DA കൊടുക്കുമ്പോൾ, 5 വർഷമായിട്ട് DA കൊടുത്തിട്ടില്ല കേട്ടോ, DA കൊടുക്കുമ്പോൾ അവർ സംതൃപ്തരാകും. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുമ്പോൾ അവർ സംതൃപ്തരാകും. ഇന്ന് 100ാം ദിവസം, ആശാ വർക്കേഴ്സിന്റെ 100ാം ദിവസമാണ്. അത് വേറെ വീഡിയോ ചെയ്യണം. 100ാം ദിവസമാണ്. എന്തിനാണ് ഒരു പാവപ്പെട്ട കുറെ സ്ത്രീകളെ, 10-35 വരുന്ന സ്ത്രീകളെ 100 ദിവസം ഈ തെരുവിലിട്ട് ഇങ്ങനെ അലക്കുന്ന പോലെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? എന്തൊരു നാടാണിത്? അപ്പോഴാണ് പറയുന്ന പരസ്യം വരുന്നു, നിങ്ങൾ കൊല്ലം മൈതാനിയിലേക്ക് വരൂ, നിങ്ങൾ തൃശ്ശൂർ മൈതാനിയിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് വികസനം കാണാം. വികസനം കാണുന്നത് എവിടെയാണ്? മനുഷ്യന്റെ മനസ്സിലാണ്, അവന്റെ വീട്ടിന്റെ മുറ്റത്താണ്, അവന്റെ പുരയിടങ്ങളിലാണ്, അവന്റെ പറമ്പുകളിലാണ്. അവന്റെ കിണറ്റിൽ വെള്ളം വരുമ്പോൾ, അവന്റെ വീട്ടിലെ പൈപ്പിൽ വെള്ളം വരുമ്പോൾ, അവന്റെ വീട്ടിലെ കറണ്ട് കൂടുതൽ കിട്ടുമ്പോൾ, അവന്റെ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുമ്പോൾ, അവന്റെ നാട് വഴി നല്ലൊരു റോഡ് പോകുമ്പോൾ, നല്ലൊരു മാർക്കറ്റ് വരുമ്പോൾ, നല്ലൊരു ഓഫീസ് ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് അവന് വികസനം ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പരസ്യം പറയുന്നത്, നിങ്ങൾ സർക്കസ് കാണാൻ വരും പോലെ എല്ലാവരും ഇങ്ങ് വന്നോളൂ, 9 വർഷത്തെ ഭരണ നേട്ടം കാണാൻ മൈതാനത്തേക്ക് ക്ഷണിക്കുന്നു. എന്തൊരു കാര്യമാണ്! അവിടെ കുറെ കാര്യങ്ങൾ മൈതാനത്ത് വന്നാൽ എന്താ സംഭവിക്കുക? നല്ല കളർഫുൾ ആയിട്ട് പവർ പോയിന്റിലെയും വീഡിയോയും ഒക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഇട്ടതാ ഇതാണ് കേരളം എന്ന് എഴുതി വെക്കും. അതാണോ കേരളം? കേരളം എന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ രാജാവിന്റെ ഭരണം രാജഭരണമായാലും ജനാധിപത്യ ഭരണമായാലും ആ ഭരണത്തിന്റെ ഗുണമേന്മ, സ്വാദ്, മാധുര്യം ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ മതി. അവരെ വിളിച്ചു കൂട്ടിയിരുന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രൊഫഷണലുകളെ വിളിക്കുന്നു, സയന്റിസ്റ്റുമാരെ വിളിക്കുന്നു, സാഹിത്യകാരന്മാരെ. ഇത് സ്ഥിരം പരിപാടിയായി. ഇപ്പോ കഴിഞ്ഞ വർഷവും വിളിച്ചു, കഴിഞ്ഞ ഭരണകാലത്തും വിളിച്ചു. ആശയങ്ങൾ തരൂ. എന്താ ഇത്ര ആശയ ദാരിദ്ര്യമാണോ ഈ ഗവൺമെന്റിന്? തന്ന ഏതാശയമാണ് നടപ്പിലാക്കുന്നത്? ലോകസഭയുടെ ആശയം, കേരളസഭ, ലോക കേരളസഭ വേണ്ട ജഗ പുകയാണ്. പക്ഷെ ഈ ജഗ പുകയൊക്കെ നടത്തിയാലും 3ാം ഭരണം ചിലപ്പം വരും കേട്ടോ. അതും അതിന്റെ സാധ്യതയും നോക്കുന്നുണ്ട്. 3ാം ഭരണം വരുന്നതിന്റെ സാധ്യതയും നോക്കുന്നുണ്ട്. ഒരു BJP ഉണ്ട് ഇവിടെ, ശക്തമാണ്. 20% വോട്ട് പിടിച്ചവർ. ഇനി ചിലപ്പോൾ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് ക്ഷീണമുണ്ടാക്കുക കോൺഗ്രസിനായിരിക്കും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരിലുള്ളവരിലും ഇടതുപക്ഷത്തിലുള്ളവരും BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. BJPക്ക് വരാൻ കഴിയില്ല. അപ്പോഴും UDFന് ക്ഷീണമാണ് ഉണ്ടാകാൻ പോവുക. LDF ആയിരിക്കും വീണ്ടും. അങ്ങനെ കണക്ക് കൂട്ടിയാൽ വരാൻ പോകും. അല്ലെങ്കിൽ അന്തർധാരകൾ ഉണ്ടാകണം, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. BJPയും കോൺഗ്രസുമായി ഒരു അന്തർധാര ഉണ്ടാകണം. അല്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അന്തർധാര അങ്ങനെയില്ല. കോൺഗ്രസും BJPയും തമ്മിലാകണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലാകണം. അങ്ങനെ ഒരുപാട് അന്തർധാരകൾ ഉണ്ടായാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ഭരണ തുടർച്ച തന്നെയായിരിക്കും വരും എന്നുള്ള കാഴ്ചപ്പാടിലാണ്. വരുമോ ഇല്ല നമുക്കറിയില്ല. ജനാധിപത്യമാണ്, ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യും, നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, വരും, തുടരും. മോഹൻലാലിന്റെ സിനിമയുടെ പരസ്യം എടുത്തിട്ടുണ്ട്. തുടരും എന്ന് പറഞ്ഞ്, ഭരണ തുടർച്ചയ്ക്കായി എന്ന് പറഞ്ഞ് ഇപ്പോഴേ ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. പക്ഷെ ആ മറിക്കുമ്പോൾ ഞാനീ പറഞ്ഞ പോലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളെല്ലാവരും വരൂ, കാണാം നമുക്ക് വികസനം എന്ന് പറയുന്ന ആ PRDക്കാർക്ക് അവാർഡ് കൊടുക്കണം. PRDയുടെ ഡയറക്ടർക്കൊക്കെ ഒരു പൊന്നാട ഇട്ട് കൊടുക്കണം. എന്തൊരു പരസ്യമാണ്! നിങ്ങൾ ജനങ്ങളിൽ ബോധ്യപ്പെടുത്തൂ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തൂ, വിലക്കയറ്റം പിടിച്ചു നിർത്തൂ, സാധാരണക്കാർ മനസ്സിലാക്കും ഇവിടെ വികസനം വന്നു. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം, റേഷൻ സമ്പ്രദായം, ഒരുപാട് കാര്യങ്ങളെ മെച്ചപ്പെടുത്തുമ്പോഴാണ് ഇത് പുതിയ കേരളമാണ്, നവകേരളമാണ്. അല്ലാതെ ഈ തള്ളിമറിക്കൽ ഒരു നവകേരളവും സൃഷ്ടിക്കില്ല എന്ന് മാത്രമല്ല, ആളുകൾക്ക് ഇതിനകത്തൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കീഴ്മേൽ മറിയും. രാജാവ് തന്നെ ഇങ്ങനെ രാജ്യം മുഴുക്ക നടന്ന്, സംസ്ഥാനം മുഴുവൻ നടന്ന്, ജില്ലകൾ തോറും നടന്ന് കണ്ടോളൂ വികസനം എന്ന് പറയുന്നതല്ല വികസനവും അതിൻ്റെ പ്രചരണവും. അത് മറ്റൊന്നാണ്. അത് ജനങ്ങൾക്ക്
അവരുടെ നിത്യജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ട ഒന്നാണ്. അങ്ങനെ അനുഭവവേദ്യമാകുമ്പോൾ ജനങ്ങൾ തന്നെ പറയും ഈ രാജാവ് വീണ്ടും മതി, അല്ലെങ്കിൽ പറയും മതി, തൽക്കാലം മതി, ജോലിയൊക്കെ കൊള്ളാം, ഷർട്ട് എടുത്തോളൂ. നമ്മൾ പറയാറില്ല, വീട്ടിൽ ജോലിക്ക് ആളെ വിളിക്കുമ്പോൾ പിറ്റേ ദിവസം വരണോ, കിളയ്ക്കാൻ വിളിക്കുമ്പോൾ പിറ്റേ ദിവസം കിളയ്ക്കണമെന്ന്, ഓ നല്ല ജോലിയല്ലേ, പക്ഷെ പോകുമ്പോൾ ഷർട്ടും കൂടെ എടുത്തോളാൻ പറയും. അതുപോലെ നല്ല ജോലി ചെയ്താൽ ചിലപ്പോൾ ജനങ്ങൾ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷർട്ട് എടുത്തോളാൻ പറയും. കുഴപ്പമില്ല, ഇതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനാധിപത്യമാണല്ലോ ഇവിടെ, അവസാന വാക്ക് ജനങ്ങളുടേതായിരിക്കട്ടെ.